പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ എഫ്ഐആറിൽ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങൾ 24-ന്. പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലെ ബാത്റൂമിൽ വെച്ച് 4 പ്രതികൾ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. പ്രതിയായ ഒരാളുടെ ബന്ധു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നും ഇവരെ കാണാനെന്ന വ്യാജേനയാണ് പെൺകുട്ടിയെ എത്തിച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നു. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 39ആയി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, പലയിടങ്ങളിലായി നടന്ന പീഡനം, അതിലിപ്പോൾ ജനറൽ ആശുപത്രിയിൽ വച്ചും പീഡനം നടന്നിട്ടുണ്ട് എന്ന വിവരം, അതിൻ്റെയൊക്കെ വിശദാംശങ്ങളായി പുറത്തു വരുന്നത് എന്താണ്? വിവരങ്ങളാണ് ഓരോ നിമിഷവും ഈ കേസിൽ പുറത്തു വരുന്നത്. അതിൽ ഇന്നലെ തന്നെ ഈ ജനറൽ ആശുപത്രിയിൽ വെച്ച് പീഡനം നടന്നിരുന്നു എന്ന വിവരം നമ്മളടക്കം നൽകിയിരുന്നു. അതിലാണ് കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നത്. എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ്. 2024 ഒരു ദിവസം, ആ ഡേറ്റ് പെൺകുട്ടിക്ക് കൃത്യമായി ഓർമ്മയില്ല. ആ ദിവസം ഇവിടെ ഒരു പ്രതിയുടെ ഒരു ബന്ധു കിടന്നിരുന്നു. അവർ ചികിത്സ തേടിയിരുന്നു. അവരെ കാണാവുന്ന വ്യാജേനയാണ് അവിടേക്ക് വന്നത്. അതിനുശേഷം ശുചിമുറിയിൽ കൊണ്ടുപോയി പ്രതികൾ കൂട്ടബലാത്സംഗം ചെയ്തു എന്നാണ് എഫ്ഐആർ. അതിനുശേഷം പെൺകുട്ടിയെ മാറ്റി പ്രദേശത്തു നിന്ന് മാറ്റി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. പക്ഷേ പെൺകുട്ടിക്ക് തീയതി ഓർമ്മയില്ല. പക്ഷേ ബലാത്സംഗം ചെയ്ത ആളുകളുടെ പേര് വിവരങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ പെൺകുട്ടി നൽകിയിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് ഉടൻ തന്നെ പോലീസ് കടക്കും. എന്തായാലും എണ്ണം ഇപ്പോൾ 29 ആയിട്ടുണ്ട്. അതായത് ഒരു എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെ അത് 28 പേരായിരുന്നു അറസ്റ്റിലായിരുന്നതെങ്കിൽ ഇന്നത് 11 പേർ കൂടി 39 എന്ന നമ്പറിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റിലായിരിക്കുന്നത് ഇലവന്തിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഇലവന്തിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത് 9 പേരാണ്. ഇത് കൂടാതെ പത്തനംതിട്ട, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ സ്റ്റേഷനായ മലയാലപ്പുഴ, ഈ 2 പോലീസ് സ്റ്റേഷനുകളിലായി ഓരോ ആളുകൾ മുൻ കേസുകളിൽ അറസ്റ്റിലായിട്ടുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഇപ്പോഴും നിലവിൽ 4 പേർ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ മാത്രം. അവരുടെ അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എഫ്ഐആറിലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ശുചിമുറിയിൽ വെച്ച് പീഡനം നടന്നു എന്നാണ്, അത് ഒരു കൂട്ടബലാത്സംഗമായിരുന്നു എന്നാണ് പോലീസിന്റെ എഫ്ഐആർ പറയുന്നത്. പത്തനംതിട്ട പീഡനത്തിലാണ് 39 പേർ നിലവിൽ അറസ്റ്റിലായത്. ജനറൽ ആശുപത്രിയിലെ ബാത്റൂമിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ, ആ കാര്യങ്ങളാണ് ശ്രീജിത്ത് ഇപ്പോൾ പുറത്തുവിട്ടത്.